മഴ പെയ്താൽ ദേശീയ പാതയോരം വെള്ളക്കെട്ടിലാവുകയാണ്. കഴിഞ്ഞ തവണ പരിഹാരം കാണുമെന്ന് പറഞ്ഞെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ദേശീയപാതയിലെ അശാസ്ത്രീയമായ കാന നിർമ്മാണം കാരണം പൊറുതിമുട്ടി വെളിയങ്കോട് ഭാഗത്തെ ജനങ്ങൾ. വെളിയങ്കോട് പഞ്ചായത്തിലെ 1-ാം വാർഡിൽ താവളക്കുളം ജുമാ മസ്ജിദിന് എതിർവശവും 15-ാം വാർഡിലെ വെളിയങ്കോട് സൗത്ത് ഇന്ത്യൻ ബാങ്കിനടുത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. 1-ാം വാർഡിലെ സർവീസ് റോഡിൽ വ്യാഴാഴ്ച രാത്രിയിലുണ്ടായ മഴയിലാണ് വെള്ളക്കെട്ടുണ്ടായത്. വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. സമീപത്തെ വീടുകളിലേക്കും വെള്ളം കയറി. കഴിഞ്ഞ വർഷവും ഇതുപോലെ വെള്ളം കയറി നാട്ടുകാർ ദുരിതത്തിലായിരുന്നു. ഇതിന് ശാശ്വത പരിഹാരം കാണുമെന്ന് അന്ന് ദേശീയപാത നിർമ്മാണ കമ്പനിയും ദേശീയപാത അതോറിറ്റി അധികൃതരും അറിയിച്ചിരുന്നു. രാത്രിയിൽ പെയ്ത മഴയിൽ ഈ റോഡിന്റെ ഹൈറ്റും ഇതും കൂടി ഏകദേശം 1 മീറ്റർ ഹൈറ്റിലുള്ള വീട്ടിലേക്ക് വരെ വെള്ളക്കെട്ട്, അത്രയും ദൂരമുള്ള വീട്ടിലേക്ക് വെള്ളം പോയി. വളരെ ബുദ്ധിമുട്ടാണ് അവിടെ ഉണ്ടായത്. ഈ വേസ്റ്റ് വെള്ളം മുഴുവൻ വീടുകളിലേക്ക് വരിക എന്ന് പറയുന്നത്. ഇവിടെ കഴിഞ്ഞ വർഷം ഇതുപോലെ പ്രശ്നം ഉണ്ടായിട്ട് ഈ വീട്ടിലേക്കൊന്നും കയറിയിട്ടില്ല. ഇപ്പൊ ദേശീയപാതയിൽ കാന കുഴിച്ചിട്ട് ഇലക്ട്രിക് പോസ്റ്റ് ഇട്ടിട്ട് വെള്ളം വീണ്ടും തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ തന്നെ വെള്ളത്തിന് വലിയ പ്രശ്നമാണ്, വെള്ളക്കെട്ടാണ്. അതുകൂടാണ്ട് ഈ കാനയിലാണ് ഇലക്ട്രിക് പോസ്റ്റ് വീണ്ടും കുഴിച്ചിരുന്നത്. അതിന് ഫൗണ്ടേഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഏകദേശം 60-70 സെന്റിമീറ്റർ വീണ്ടും അതിൽ നിന്ന് കുറവ് വരുത്തി. അത് കാരണം വീണ്ടും വെള്ളത്തിന്റെ ഒഴുക്ക് നിലച്ച മട്ടാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ അത്ര അധികം ഇവിടെ കാറുകൾ, മോട്ടോർ വാഹനങ്ങൾ ഇതൊക്കെ കുറെ എണ്ണം ഇവിടെ ബന്ധായി വെള്ളം കയറിയിട്ട്. ഏകദേശം 1.5 മീറ്ററിൽ ഹൈറ്റിലാണ് വെള്ളം ഇവിടെ കെട്ടി നിന്നത്. ഇതിന് അധികൃതർ പരിഹാരം കാണണം എന്നാണ് ആവശ്യപ്പെടാനുള്ളത്. എൻ്റെ കാറ് പോകുമ്പോൾ വെള്ളം നിറഞ്ഞിട്ട് ഫുള്ള് ഓഫായിട്ട് വണ്ടി റോട്ടിൽ കിടക്കുകയാണ്. ശരിയാക്കാൻ പറ്റുന്നില്ല. രാത്രി പെട്ടെന്ന് ഉണ്ടായില്ല ഇതാണ്. ഒരാൾക്ക് അത്ര വെള്ളം ഉണ്ടായിരുന്നു അവിടെ. റോട്ടിൽ നിന്ന് വെള്ളം കംപ്ലീറ്റ് ഇങ്ങോട്ടാണ് വന്നിരുന്നത്. പിന്നെ ഹോസ്പിറ്റലിൽ പോകാൻ പറ്റിയില്ല. പിന്നെ ഭയങ്കര വെള്ളമാണ് ആ റോട്ടിൽ. കംപ്ലീറ്റ് വെള്ളം, വണ്ടിയൊക്കെ വന്നിട്ട് വഴി തിരിച്ചു പോയിരുന്നതാണ്. ഇന്നലത്തെ മഴയില് ഫുള്ള് വെള്ളമായിരുന്നു അവിടെ. ഇത് ഞാൻ നടത്തുന്ന ഹോട്ടലാണ്, സ്പൈസി റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇന്നലെ കുറെ വണ്ടികളും ഇഞ്ചിനുള്ളിലൊക്കെ വെള്ളം കയറിയിട്ട് മൊത്തം ചെടിച്ചട്ടിയൊക്കെ ഒലിച്ചു പോയില്ലേ. ഫുള്ള് ഇതിനുള്ളിൽ കൂടെ ഒക്കെ വെള്ളം കയറിയിട്ട് പിന്നെ ഈ ഓൾസൊന്നും ഓപ്പണല്ല. ഓൾസൊക്കെ അടഞ്ഞു കിടക്കുകയാണ്, മണ്ണൊക്കെ നിറഞ്ഞിട്ടേ. അങ്ങനെയൊക്കെ നമ്മളെ മഴ പെയ്താൽ കടലുള്ളിലേക്കൊക്കെ വണ്ടി പോകുമ്പോൾ വെള്ളം ഉള്ളിലേക്ക് കയറുകയാണ്. ഈ വണ്ടി പോകുമ്പോൾ സ്പീഡിൽ പോകുമ്പോൾ ഇതിനുള്ളിലേക്കൊക്കെ വെള്ളമുണ്ട്, ആൾക്കാരെ മേലേക്കൊക്കെ വെള്ളം. അങ്ങനത്തെ അവസ്ഥ. ഇന്നലെ ഫുള്ള് നടക്കാൻ പോലും വയ്യ. കംപ്ലീറ്റ് സൈഡിൽ തന്നി വെള്ളം കെട്ടി നിൽക്കുകയാണ്. എന്നിട്ട് വണ്ടികളൊക്കെ തിരിച്ചു പോയി ഇന്നലെ ചെയ്തുള്ളത്. ഇതേ അവസ്ഥയാണ് ഇന്നലെ വെളിയങ്കോട് ടൗണിൽ ഉണ്ടായത്. ഇവിടെ ഇങ്ങനത്തെ അവസ്ഥ ഉണ്ടായത്. ഇന്നലെ വണ്ടികളൊക്കെ ഇന്നലെ തിരിച്ചു പോയി ചെയ്ത് കാൽനടക്കാർക്ക് പോയി നടക്കാൻ പറ്റാത്ത വെള്ളക്കെട്ട ഇന്നലെ ഉണ്ടായത്. ഇനി ആഘോഷിക്കൂ ഓരോ മംഗള മുഹൂർത്തങ്ങളും പരിശുദ്ധിയുടെ പൊൻചാർത്ത് നൽകിയ നുഹ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം. നുഹ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, KM കോംപ്ലക്സ്, കരിങ്കല്ലത്താണി.